മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ലീഗ് ഭരിക്കും കേരള നാട്ടിൽ, ലീഗ് പറയും നിയമങ്ങൾ എന്ന് UDF അധികാരത്തിലേക്ക് എത്തിയതിന്റെ തൊട്ടു പിന്നാലെ നമ്മുടെ കേരളത്തിന്റെ തെരുവുകളിൽ ലീഗിന്റെ നേതാക്കന്മാർ പ്രസംഗിച്ച വിളിച്ചു പറഞ്ഞ പ്രകടന നമ്മൾ ഈ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അവർ അതുപോലെ തന്നെയല്ലേ നമ്മുടെ കേരളത്തെ ഇപ്പോ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ലീഗിന്റെ ചില കാര്യങ്ങൾ അവർ നടത്തിയെടുക്കുക. സകലരും തിരിച്ചറിയണോ, ദേവാലയത്തിന്റെ മുന്നിൽ വെച്ചിട്ടാ VD സതീശൻ മുനമ്പത്തെ ജനതയ്ക്കൊരു വാക്ക് കൊടുത്തിട്ടുള്ളത്. ഞാൻ അധികാരത്തിലെത്തിയാൽ, UDF അധികാരത്തിലെത്തിയാൽ വെറും 10 മിനിറ്റ് കൊണ്ട് സകലതും പരിഹരിക്കുമെന്ന്. വെറുതെ പറയുന്നല്ല, സതീശൻ തന്നെ പറഞ്ഞത്. നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഞാൻ തന്നെ ഒരു കമ്മീഷനും വേണ്ട, 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാന്ന് പറഞ്ഞു. കുറെ പേര് സോഷ്യൽ മീഡിയയിൽ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക. 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാം. ഞാൻ നിങ്ങളെ സാക്ഷിയാക്കി ഈ ദേവാലയ മുറ്റത്ത് നിന്ന് ഞാൻ പറയുന്നു, 10 മിനിറ്റ് കൊണ്ട് ഈ വിഷയം പരിഹരിക്കാൻ പറ്റും. എങ്ങനെ നിങ്ങൾ ചോദിക്കും? അല്ല. എന്നിട്ട് നിങ്ങൾ പുറത്തു വെച്ച് എല്ലാവരുമായിട്ട് സംസാരിച്ച് ധാരണ ഉണ്ടാക്കി നിങ്ങൾ നേരെ കോടതിയിൽ കൊടുക്കണം. കോടതി കൊടുത്താൽ മതി. വഖഫ് ഭൂമി ആണെന്ന് അവകാശപ്പെടുന്ന ആരാ? വഖഫ് ബോർഡ്. വഖഫ് ബോർഡ് അതല്ല എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്ന്. മനസ്സിലായില്ലേ? ഇനി കേസ് കൊടുത്ത ആളുകളുമായിട്ട് സംസാരിക്കാൻ പറ്റിയ ആളുകളാണ് ഇവരെല്ലാം. കാരണം അവരുമായിട്ടാണ് നല്ല ബന്ധമുള്ളവരാണ് ഈ കേസ് കൊടുത്ത ആൾ. ഞാൻ പിന്നെ പറയാം. മനസ്സിലായി? 10 മിനിറ്റ് കൊണ്ട് തീർന്നു. നിങ്ങൾ കേട്ടില്ലേ? ദേവാലയത്തിന്റെ മുന്നിൽ വെച്ചാണ് എന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് 10 മിനിറ്റ് കൊണ്ട് നിയമം അതൊക്കെ നമ്മൾ പരിഹരിക്കില്ലേ? അതൊക്കെ എന്നെ ആളുകൾ കളിയാക്കുന്നുണ്ട്. പക്ഷെ അതൊന്നുമല്ല, ഞാൻ 10 മിനിറ്റ് കൊണ്ട് തീർക്കും. വെറും 10 മിനിറ്റ് അല്ല. ഈ സതീശന് ഇതുവരെ ഒരു 10 മിനിറ്റ് കിട്ടിയില്ലേ? ഇപ്പൊ ഒരു പുതിയ വാർത്ത നിങ്ങൾ കണ്ടില്ലേ? 404 ഏക്കർ മുനമ്പം ഭൂമി വഖഫ് സ്വത്തായി ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തു. വഖഫ് ഭൂമി കേന്ദ്ര സർക്കാർ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണോ? ഈ പ്രശ്നത്തിൽ സമരത്തിൽ കിടക്കുന്ന ഒരു സ്ഥലം 404 ഏക്കർ ഭൂമി ഈ വഖഫിലേക്ക് ഈ പറയുന്ന ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തു എന്ന് പറയുന്നത് എത്ര ഗുരുതരമായ വിഷയ. അപ്പൊ സതീശൻ ലേറ്റസ്റ്റ് ആയിട്ട് രംഗത്തെത്തിയിട്ട് അത് ഇടത് അങ്ങനെയാക്കി ഉളപ്പില്ല സതീശന് ജനങ്ങൾക്ക് മുന്നില്. അവർ മുഖ്യമന്ത്രിയുടെ മൂക്കിൻ തുമ്പത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് എനിക്ക് ആ വകുപ്പ് ആ ഭാഗത്ത് നടന്നതറിഞ്ഞില്ല, ഈ ഭാഗത്ത് നടന്നറിഞ്ഞില്ല. അപ്പോൾ എന്തൊക്കെയായിരുന്നു തിരഞ്ഞെടുപ്പ് സമയത്ത് മുനമ്പം ജനതയോട്, മുനമ്പം ജനതക്കൊപ്പം നിൽക്കുന്ന കേരള ജനതയെ സതീശൻ വഞ്ചിച്ചില്ലേ? പച്ചക്ക് വഞ്ചിച്ചില്ലേ? സകല മലയാളികളും തിരിച്ചറിയണോ? സതീശൻ ദേവാലയത്തെ പോലും എടുത്തു പറഞ്ഞു. വെറും 10 മിനിറ്റ്. ആ സതീശൻ ഇന്ന് അവരങ്ങനെ ഇവർ നാണമില്ലേ, ഉളുപ്പില്ലേ? സഭാ നേതൃത്വത്തെയൊക്കെ പച്ചക്കല്ലേ ഈ സതീശൻ ഇപ്പോ വഞ്ചിച്ചത്? മുനമ്പം ജനതയ്ക്ക് വേണ്ടി, മുനമ്പം ജനതയെ രക്ഷപ്പെടുത്താൻ വോട്ട് ചെയ്ത ആളുകളുണ്ടാവും ഈ സതീശൻ പറഞ്ഞത് വിശ്വസിച്ച്. സകല മലയാളികളും തിരിച്ചറിയാ, സതീശൻ പച്ചക്ക് വഞ്ചിക്ക. മുനമ്പം ജനതയെ, കിടപ്പാടം നഷ്ടപ്പെടുന്ന ജനതയാ ഈ സതീശൻ വഞ്ചിച്ചത്. ഇതുമായിട്ട് നല്ല ഒന്നാം തരം മറുപടിയുമായിട്ട് സുരേന്ദ്രൻ രംഗത്തെത്തിയിട്ടുണ്ട്. നമ്മൾ വെറുതെ അല്ല പറഞ്ഞത്. കേരളത്തിലെ യഥാർത്ഥ പ്രതിപക്ഷം എന്ന് പറയുന്നത് BJP ആണ് എന്നുള്ളത് സുരേന്ദ്രൻ ആ വിഷയത്തിൽ പറഞ്ഞത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ VD സതീശൻ അവർകൾ, ഇന്നത്തെ മുഖ്യമന്ത്രി, UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നതാണ് പറഞ്ഞത്. അത് വെറുതെ ഒരു 10 മിനിറ്റിന്റെ കാര്യമല്ല അദ്ദേഹം പറഞ്ഞത്. സെക്ഷൻ 97 അനുസരിച്ച് ഇത് വഖഫ് ഭൂമിയല്ല എന്ന് വഖഫ് ബോർഡ് ഒരു നോട്ട് കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ആ നോട്ട് ടൈപ്പ് ചെയ്യാനുള്ള സമയമാണ് 10 മിനിറ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്തതാണ്, ഞാൻ എന്തെങ്കിലും ഒരു ഉണ്ടാക്കി പറയുന്ന കാര്യമല്ല. സെക്ഷൻ 97 അനുസരിച്ച് ഇത് വഖഫ് ഭൂമിയല്ല എന്നുള്ള ഒരു നോട്ട്, അത് ടൈപ്പ് ചെയ്യാനുള്ള 10 മിനിറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. UDF സർക്കാർ ഈ പ്രശ്നം പരിഹരിക്കുന്നതാണ് പറഞ്ഞത്. ഇപ്പൊ കേരളത്തിലെ വഖഫ് ബോർഡ് ഇത് വഖഫ് ഭൂമിയാണെന്ന് പോർട്ടലിൽ അപ്ലോഡ് ചെയ്തിരിക്കും. വഖഫ് ബോർഡ് ചെയർമാൻ തന്നെ ഇന്നലെ പറയുന്നു, അന്നത്തെ നിലപാടല്ല ശ്രീ VD സതീശൻ എന്ന് നിങ്ങൾക്ക് ബോധ്യമായില്ലേ എന്നാണ്.
ഞങ്ങൾ ആ നിമിഷം മുതൽക്ക് തന്നെ പറഞ്ഞിരുന്നു, ഭാരതീയ ജനതാ പാർട്ടി ആ നിമിഷം തന്നെ പറഞ്ഞിരുന്നു, വി ഡി സതീശനും UDF മുനമ്പൻ നിവാസികളെയും സഭാപിതാക്കന്മാരെയും കബളിപ്പിക്കുകയാണ്. മുനമ്പം സമരത്തിന് പിന്തുണ നൽകുകയും ആ സമരത്തിന്റെ ചാലകശക്തിയായി പിന്നിൽ പ്രവർത്തിക്കുകയും ചെയ്ത സഭാപിതാക്കന്മാരെ എല്ലാം ശ്രീ വി ഡി സതീശൻ കബളിപ്പിക്കുകയാണ്, പച്ചയായി കബളിപ്പിക്കുകയാണെന്നാണ് അന്ന് BJP പറഞ്ഞത്. ഞങ്ങളുടെ സ്റ്റാൻഡ് വളരെ ക്ലിയർ ആയല്ലോ ഇപ്പോൾ. കാരണം UDF അതിൻ്റെ നൈസർഗികമായിട്ടുള്ള ജൈവഘടന ഇത്തരത്തിലുള്ള മതമൗലികവാദ നിലപാടുകളോടൊപ്പമാണ്. മുസ്ലിം ലീഗിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും വെറുപ്പിച്ചുകൊണ്ട് ഒരു തീരുമാനവും എടുക്കാൻ കഴിവില്ലാത്ത മുഖ്യമന്ത്രിയാണ് ശ്രീ വി ഡി സതീശൻ. നിങ്ങൾ കേട്ടില്ലേ? മുസ്ലിം ലീഗിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും വെറുപ്പിച്ച് ഒരു തീരുമാനവും സതീശൻ എടുക്കില്ല. അല്ലാതെ സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ട് സതീശൻ പറഞ്ഞ 10 മിനിറ്റ് കിട്ടിയില്ല എന്ന്, 10 മിനിറ്റ് ആയിട്ടില്ല ഇനി എന്ന് സതീശൻ വിളിച്ചറിയോ? മുഖ്യമന്ത്രി ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു 10 മിനിറ്റ് സതീശൻ ഇതുവരെ കിട്ടിയില്ലേ? അകെല്ലാം മലയാളികളും ഗൗരവത്തിൽ തിരിച്ചറിയണോ? കെ സുരേന്ദ്രൻ എണ്ണിയാ പറഞ്ഞിട്ടുള്ളത്. സഭാ നേതാക്കന്മാരെ വലിയ രീതിയിൽ സതീശൻ വഞ്ചിച്ചിരിക്കുന്നു, പറഞ്ഞു വഞ്ചിച്ച്. സതീശന് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗ് പറയുന്നതിലൊന്നും ഒരപ്പുറത്തേക്ക് നിൽക്കാനുള്ള ത്രാണി നിലവിൽ സതീശൻ ഇല്ല. ഒരു തർക്കമില്ലാത്ത വിഷയം. സതീശൻ ഇപ്പൊ വന്നിട്ട് കിടന്നിങ്ങനെ മേഘുന്നുണ്ട് ഉളുപ്പില്ലാതെ. എന്തൊക്കെയായിരുന്നു തിരഞ്ഞെടുപ്പ് സമയത്ത് അങ്ങനെ ഇങ്ങനെ. അല്ലെങ്കിലും 600 കുടുംബങ്ങളുടെ കിടപ്പാടമൊക്കെ ഒരു മതത്തിന്റെ പേരിൽ ഈ പറയുന്ന മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമി വഖഫ് പടി സംവിധാനങ്ങളൊക്കെ പിടിച്ചു മുറുക്കാനൊക്കെ നിൽക്കുന്ന യഥാർത്ഥത്തിൽ ആ മതത്തെ അപമാനിക്കുന്നതിന് തുല്യല്ലേ? കിടപ്പാടം അത് പിടിച്ചെടുക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തതാ. ഒരിക്കലും ഒരു ബോധമുള്ള ഒരു വിശ്വാസിക്കും, ഒരു മതത്തിൽ വിശ്വസിക്കുന്ന യഥാർത്ഥ വിശ്വാസിക്ക് ഒരിക്കലും കിടപ്പാടം പിടിച്ചെടുക്കണമെന്ന് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. ലീഗ്, UDF, ജമാഅത്തെ ഇസ്ലാമി ഇപ്പൊ വഖഫ് ബോർഡിന് മുനീബ് പോർട്ടലിലേക്ക് പോലും 404 ഏക്കർ ഭൂമി രജിസ്റ്റർ ചെയ്തു എന്നൊക്കെ പറയുന്നത് വലിയ അപകടം തന്നെയാ. സതീശൻ പച്ചക്ക് എന്ത് തൊടുന്നയൊക്കെ ആയിട്ട് സതീശൻ ഇങ്ങനെ വാക്കുകളുണ്ടല്ലോ. മുനമ്പത്തെത്തുമ്പോൾ ദേവാലയം പോലും ഉയർത്തിപ്പിടിച്ചിട്ട് പുണ്യമായ ദേവാലയത്തെ പോലും സതീശൻ എങ്ങനെ കൈകാര്യം ചെയ്തത്, അതുപോലും രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിച്ചില്ലേ? ആ സതീശൻ ഇപ്പൊ വന്നിട്ട് പ്രസ് മീറ്റ് നടത്തിയിട്ട് തോന്നി ഈ സതീശനൊക്കെ നാവേ എങ്ങോട്ട് വയങ്ങും എന്നുള്ളതാ മലയാളികൾ തിരിച്ചറിയേണ്ടത്. ഇപ്പം കിടന്ന് അങ്ങനെയല്ലേ ഇതൊക്കെ പുച്ഛിച്ച് ഇനി ഇവിടെ ഒരു ന്യായങ്ങളും തൊടുന്യായങ്ങളും ഇവിടെ വള്ളിക്കെട്ട് കഥ ഇനി സതീശൻ പറയണ്ട. 10 മിനിറ്റ് കിട്ടിയോ? ആ 10 മിനിറ്റ് കൊണ്ട് ചെയ്യുമെന്ന് പറഞ്ഞതങ്ങ് ചെയ്ത് തന്നാ മതി. അതിലപ്പുറം ഇനിയൊരു വള്ളിക്കെട്ടുമായിട്ട് സതീശൻ ഇറങ്ങിയിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു അടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് മുനമ്പം ജനതക്കോ അവരെ പിന്തുണക്കുന്ന മനുഷ്യത്വമുള്ള സകല മതങ്ങളിലെയും വിശ്വാസികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സതീശനോട് പറയാനുള്ളത്. ഇവിടെ യഥാർത്ഥത്തിൽ ഇവിടെ പ്രതിപക്ഷമായിട്ടുള്ള LDFന് ഇതുവരെ ഒരു അക്ഷരം മിണ്ടാൻ സാധിച്ചിട്ടില്ല. ഇവിടെ യഥാർത്ഥ പ്രതിപക്ഷമായിട്ട് BJP രംഗത്ത് വന്നു കഴിഞ്ഞു. ശക്തമായിട്ട് മുനമ്പത്തിന് വേണ്ടിയിട്ട് ആ ജനതയ്ക്ക് വേണ്ടി വീണ്ടും വാദിച്ചും രംഗത്തെത്തി എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക.